Welcome to our channel Way to Win. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ LGS വേരിയസിന്റെ കാറ്റഗറി നമ്പർ 548/2019. ഇതിനകത്ത് ഏതൊക്കെ ജില്ലയിലാണ് അഡ്വൈസ് കഴിഞ്ഞിരിക്കുന്നത്, അതുപോലെ തന്നെ ഏതൊക്കെ ജില്ലയിൽ കൂടി ഇനി അഡ്വൈസ് പോകാനായിട്ടുണ്ട്, അതുപോലെ തന്നെ പുതിയ ലിസ്റ്റിലോട്ട് എത്ര വേക്കൻസി വന്നിട്ടുണ്ട്. പിന്നെ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ, എല്ലാവർക്കും ഡൗട്ട് എന്ന് പറഞ്ഞാൽ DAMDക്ക് കുറച്ച് അഡ്വൈസ് നമ്മുടെ കൊല്ലം ജില്ലയിൽ പുതിയ ലിസ്റ്റായ 535/2023 അഡ്വൈസ് ഫസ്റ്റ് അഡ്വൈസ് പോയിട്ടുണ്ട്. അതിനകത്ത് വന്നപ്പോൾ DAMD ഒരു 2 എണ്ണം അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ, അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അതായത് 548/2019 എന്ന് പറയുന്ന ആ ലിസ്റ്റിലെ കുറിച്ചും പുതിയ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ഏത് MR നമ്പറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതെല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും കാണാൻ ശ്രമിക്കുക. നമുക്ക് ആദ്യം പറയുന്നത് പഴയ ലിസ്റ്റായ 548/2019. ഇത് ഏതൊക്കെ ജില്ലയിൽ അഡ്വൈസ് ഇനി പോകാനായിട്ടുണ്ട്, എത്ര വേക്കൻസി ഉണ്ട്, അതാണ് പറയുന്നത്. അഡ്വൈസ് പഴയതിനകത്ത് നിന്ന് പോകാനുള്ളത് 3 ജില്ലയാണ്. ഏതൊക്കെയാണെന്ന് പറയാം: പത്തനംതിട്ട, വയനാട്, ഇടുക്കി. ഈ 3 ജില്ലയിൽ മാത്രമേ ഇനി അഡ്വൈസ് പോകാനായിട്ടുള്ളൂ. ഈ 3 ജില്ലയിൽ ഈ ആഴ്ച കൊണ്ട് അല്ലെങ്കിൽ അടുത്ത ആഴ്ച കൂടി എല്ലാ അഡ്വൈസും പോകുന്നതായിരിക്കും. ഓക്കെ, അതിനുശേഷം മാത്രമേ നമുക്ക് ആ ലിസ്റ്റ് എവിടെയാണ് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്, പുതിയ MR നമ്പർ എത്രയാണെന്നൊക്കെ നമുക്ക് അതിന്റെ ഒരു ഡീറ്റെയിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം പത്തനംതിട്ടയിൽ ഈ പഴയ ലിസ്റ്റിൽ ഏകദേശം ഒരു 35 വേക്കൻസിയോളം നിലവിലുണ്ട്. ഓക്കെ, ഇനി പുതിയ ലിസ്റ്റ് 535/2023 ഒരു 7 വേക്കൻസി ആഡായിട്ടുണ്ട്. അടുത്ത വയനാട് പഴയ ലിസ്റ്റിൽ ഒരു 8 വേക്കൻസിക്കും കൂടെ അഡ്വൈസ് അയക്കാനായിട്ടുണ്ട്. പുതിയ ലിസ്റ്റിലായ 535/2023 ഒരു 3 വേക്കൻസിയും കൂടെ ആഡായിട്ടുണ്ട്. അടുത്ത ലിസ്റ്റ് തീരാനുള്ള ജില്ലയാണ് ഇടുക്കി. ഇടുക്കിയിലത്തെ കാര്യം പറയുകയാണെങ്കിൽ പഴയ ലിസ്റ്റിൽ ഒരു 11 വേക്കൻസിയും കൂടെ അഡ്വൈസ് അയക്കാനായിട്ടുണ്ട്. പുതിയ ലിസ്റ്റിൽ ഒരു 9 വേക്കൻസി ആഡായിട്ടുണ്ട്. ഇടുക്കിയിലെ കാര്യം പറയുമ്പോൾ ഇനി ആ ലിസ്റ്റിൽ അഡ്വൈസ് അയക്കാനായിട്ട് ഓസിൽ നിന്ന് ആൾക്കാർ കുറവാണ്. അതുകൊണ്ട് മിക്കവാറും അറിയാൻ കഴിയുന്നത് 5 വേക്കൻസിയും കൂടെ ആകുമ്പോൾ ആ ലിസ്റ്റ് കംപ്ലീറ്റ് ആവും. ബാക്കി വേക്കൻസി പുതിയ ലിസ്റ്റിലോട്ടായിരിക്കും പോകുന്നത് എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ അതവിടെ നിൽക്കട്ടെ. നമുക്ക് ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കും. ഇനി നമുക്ക് ലിസ്റ്റ് തീർന്ന ജില്ല, അപ്പോൾ 3 ജില്ല ഇനി തീരാനായിട്ടുണ്ട്. ഇനി 11 ജില്ല അഡ്വൈസ് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. അത് ഏതൊക്കെ സ്റ്റോപ്പ് ആയിരിക്കുന്ന എവിടെയാണ്, ഇനി അടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെയാണ്, എത്ര പുതിയ വേക്കൻസി എത്ര ആഡായിട്ടുണ്ട്, അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. എത്ര TPO ഉണ്ട്, എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറയുന്നത് കോഴിക്കോട് 99 OCയിലാണ് പഴയ ലിസ്റ്റ് ക്യാൻസൽ ആയിരിക്കുന്നത്. പുതിയ ലിസ്റ്റ് തുടങ്ങുന്നത് 1 OCയിലായിരിക്കും. വേക്കൻസി അവിടെ ഒരു വേക്കൻസി ആഡായിട്ടുണ്ട്. ഓക്കെ, TPO ഒരു 13 TPO അവിടെ ഉണ്ട്. 74 EBT, 76 മുസ്ലിം, 78 EBT, 80 SIC, 82 EBT, 84 SC, 86 മുസ്ലിം, 88 ധീവര, 90 OBC, 92 ST, 94 ലാത്തിൻ കത്തോലിക്ക ആംഗ്ലോ ഇന്ത്യൻ, 96 മുസ്ലിം, 98 EB. ഇങ്ങനെ 13 TPO ആണ് അവിടെ പെൻഡിങ് ഉള്ളത്. ഇനി എല്ലാവരും ഡൗട്ടായ DA പെൻഡിങ്ങിന്റെ കാര്യം പറയാം. അപ്പൊ എങ്ങനെയാണ് DA പെൻഡിങ് നമ്മൾ കണക്ക് കൂട്ടുന്നത് എന്ന് ചോദിച്ചാൽ, കോഴിക്കോടത്തെ ലാസ്റ്റ് അഡ്വൈസ് നിങ്ങൾ നോക്കി. ഞാൻ ബാക്കി ജില്ലയോടെ പറയുമ്പോഴും നിങ്ങൾക്ക് അത് ഏകദേശം ഒരു കൺഫർമേഷൻ കിട്ടും. ഒക്കെ കാരണം തിരുവനന്തപുരം ജില്ലയിൽ ആൾറെഡി നമ്മുടെ ലാസ്റ്റ് അഡ്വൈസിന്റെ താഴെ എഴുതിയിട്ടുണ്ട് 12 DMD പോകാനുണ്ടെന്ന്. അപ്പോൾ അതുകൂടെ വെച്ചിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്ത് അതിന്റെ ഒരു ആവറേജ് എടുത്തിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ കോഴിക്കോടോട്ട് വരാം. കോഴിക്കോട് 747 അഡ്വൈസ് ആണ് അവിടെ വരുന്നത്. 747 അഡ്വൈസ് ആണ് ടോട്ടൽ അഡ്വൈസ് അവിടെ പോയിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ DAMDയുടെ ടേൺ എന്ന് പറഞ്ഞാൽ 76 ആണ്. ഓക്കെ, 76 ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു തിരുവനന്തപുരം ജില്ല പറയുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും, അല്ലെങ്കിൽ കൊല്ലം ജില്ല പറയുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പൊ 747 അഡ്വൈസ് ആണ് ടോട്ടൽ പോയിരിക്കുന്നത്. ഇതിന്റെ എവിടേക്കാണോ 76 വരുന്നത്, 76, 176, 276, 376. അപ്പൊ നമുക്കിവിടെ ലാസ്റ്റ് വരുന്നത് 676 അവിടെ ഒരു DA പോകേണ്ടത്. അപ്പം ഏകദേശം നമ്മൾ കണക്ക് പറയുകയാണെങ്കിൽ ഒരു 7 DA പെൻഡിങ്, അതായത് DAMD അവിടെ പെൻഡിങ് ഉണ്ടെന്ന് പറയാം. മനസ്സിലായോ എന്ന് പറഞ്ഞാൽ 746 അഡ്വൈസ് ആണ് അവിടെ ടോട്ടൽ പോയിരിക്കുന്നത്. ഈ 76ന്റെ, അതായത് 746 വരുമ്പോൾ എത്ര 76 ഉണ്ട്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 76, 176, 276, 376, 476 അങ്ങനെ പോയി ഏകദേശം 7 വരുമ്പോഴാണ് ഇവിടെ 746 ആയതുകൊണ്ടാണ് 7 എണ്ണം വരുന്നത്. ഇവിടെ ഇപ്പം ടോട്ടൽ അഡ്വൈസ് 777 ആയിരുന്നെങ്കിൽ ഒരെണ്ണം കൂടെ അവിടെ വന്നു, ഒരു DA കൂടെ അവിടെ വന്നു. അപ്പൊ ഇവിടെ എത്ര വരും? 8 എണ്ണം വരും. ക്ലിയർ ആയല്ലോ? യെസ്. അപ്പൊ അങ്ങനെയാണ് കോഴിക്കോട് 746 അഡ്വൈസ് ആണ് പോയിരിക്കുന്നത്. ഏകദേശം ഒരു 7 DA പെൻഡിങ് ആണ് അവിടെ DAMD ഉള്ളത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കുമ്പോൾ മലപ്പുറത്ത് പഴയ ലിസ്റ്റ് ക്യാൻസൽ ആയിരിക്കുന്നത് 75 OCയിലാണ്. പുതിയ ലിസ്റ്റ് സ്റ്റാർട്ട് ആവുന്നത് 77 OCയിലായിരിക്കും. പുതിയ ലിസ്റ്റിലേക്ക് ഒരു 5 വേക്കൻസി കൂടെ ആഡായിട്ടുണ്ട്. 9 TPO അവിടെ ഉണ്ട്. TPO 58 EBT, 60 ഹിന്ദു നാടാര്, 62 SCCC, 64 SC, 66 മുസ്ലിം, 68 ലാത്തിൻ കത്തോലിക്ക ആംഗ്ലോ ഇന്ത്യൻ, 70 OBC, 72 SC, 74 EBT. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ കോഴിക്കോടിന്റെ കാര്യം പറഞ്ഞ പോലെ പഴയ ലിസ്റ്റിൽ
ഏകദേശം 726 എത്ര 76 ഉണ്ട്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 776 അവിടെ ഉള്ളത്. കാരണം DA പെൻഡിങ് ഏകദേശം ഒരു 7 എണ്ണമായിരിക്കും മലപ്പുറത്തുള്ളത്. അവിടെ നോക്കുന്നത് എറണാകുളം ലാസ്റ്റിൽ അഡ്വൈസ് പോയിരിക്കുന്നത് MR നമ്പർ 69 OC-യിലാണ്. നെക്സ്റ്റ് അഡ്വൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 71 OC-യിലായിരിക്കും. പുതിയ ലിസ്റ്റിലേക്ക് ഒരു 4 വേക്കൻസി ആളായിട്ടുമുണ്ട്. അവിടെ ഏകദേശം 11 TPU ആണ് ഉള്ളത്. അപ്പോൾ അതിന് ഏതൊക്കെയാണെന്ന് നോക്കുമ്പോൾ 48 SSC/CC, 50 OBC, 52 SSC, 54 EBT, 56 മുസ്ലിം, 58 EBT, 60 ഹിന്ദു നാടാര്, 62 SSC/CC, 64 SSC, 66 മുസ്ലിം, 68 ലാത്തിൻ കത്തോലിക്ക ആംഗ്ലോ. ഇനി അപ്പോൾ അവിടെ നമുക്ക് DA പെൻഡിങ് എറണാകുളത്ത് നോക്കുവാണെങ്കിൽ എറണാകുളത്ത് ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് 856. അവിടെ 856 ആയതുകൊണ്ട് അവിടെ 8 DA MD അവിടെ പെൻഡിങ് ഉണ്ടെന്നായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. ഓക്കെ, ഇനി കണ്ണൂർ നമ്മൾ നോക്കുമ്പോൾ കണ്ണൂർ ലാസ്റ്റ് അഡ്വൈസ് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത് 33 OC-യിലാണ്. പുതിയ അഡ്വൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 35 OC-യിലായിരിക്കും. പുതിയ ഒരു വേക്കൻസി അവിടെ ആളായിട്ടുണ്ട്. 6 TPU ആണ് ഉള്ളത്. 14 EBT TPU ആണ്, 16 മുസ്ലിം, 18 ധീവര, 20 വിശ്വകർമ്മ, 22 ലാത്തിൻ കത്തോലിക്ക ആംഗ്ലോ ഇന്ത്യൻ, 24 SSC. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ കണ്ണൂരത്തെ പഴയ ലിസ്റ്റിൽ ഏകദേശം എത്ര അഡ്വൈസ് പോയി നോക്കുകയാണെങ്കിൽ 641 അഡ്വൈസ് ആണ് അവിടെ പോയിരിക്കുന്നത്. 6 DA MD ആണ് അവിടെ വരുന്നത്. ഓക്കെ, കണക്കൂട്ടി അറിയാം. 100 വരുമ്പോൾ 1 വരും, 200 വരുമ്പോൾ 2 വരും. അങ്ങനെ ഒരു കൊല്ലത്ത് ആൾറെഡി അഡ്വൈസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, കൊല്ലത്ത് ലാസ്റ്റ് അഡ്വൈസ് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത് 17 OC-യിലാണ്. സ്റ്റാർട്ട് ചെയ്യേണ്ടത് 21 OC-യിലാണ്. 4 വേക്കൻസിയാണ് പുതിയതായിട്ട് ആളായിരിക്കുന്നത്. 5 അഡ്വൈസ് പോയിട്ടുണ്ട്. കാരണം നേരത്തെ ഒരു DA MD അവിടെ പെൻഡിങ് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടെ ചേർത്തിട്ടാണ് അവിടെ 5 അഡ്വൈസ് പോയിരിക്കുന്നത്. കൊല്ലത്തെ കാര്യം നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കണം. ഓക്കെ, കൊല്ലത്തെ അഡ്വൈസിന്റെ സ്റ്റാറ്റസ് ആണ് കാണിക്കുന്നത്. 5 അഡ്വൈസ് ആണ് ടോട്ടൽ പോയിരിക്കുന്നത്. അതിനകത്ത് ഫ്രഷ് 2 എണ്ണം, NGD 3 എണ്ണമാണ് ഉള്ളത്. ടോട്ടൽ 5 എണ്ണം. ഈ ഫ്രഷ് 2 എണ്ണം വന്നതുകൊണ്ടാണ് അവിടെ 2 DA പെൻഡിങ് പോയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ DA പെൻഡിങ്ങിന്റെ സീരിയൽ നമ്പർ നോക്കുക. സീരിയൽ നമ്പർ നോക്കിയിട്ട് 587 കാണാം. അവിടെ അല്ല നമ്മൾ പോകുന്നുള്ളത്. അണ്ട് ഇവിടെ SL നമ്പർ 587 DA MD 76 DA MD കേട്ടോ, 76. അടുത്ത DA പെൻഡിങ് നോക്കിയാൽ 176. ഓക്കെ, അടുത്ത അഡ്വൈസ് പോകുന്ന എവിടെ ആയിരിക്കും? DA MD 276 അടുത്ത അഡ്വൈസ് പോയിരുന്നത്. അങ്ങനെ കൊല്ലത്ത് ലാസ്റ്റിൽ അഡ്വൈസ് നിൽക്കുന്നത് ടോട്ടൽ അഡ്വൈസ് നമ്മൾ കൊല്ലത്തെ കാര്യം നോക്കുകയാണെങ്കിൽ 665 ലാസ്റ്റിൽ ടോട്ടൽ അഡ്വൈസ്. അപ്പൊ ഏകദേശം ഒരു 6 DA MD അവിടെ പോകാനായിട്ടുണ്ട്. അതിൽ 2 എണ്ണം പോയിട്ടുണ്ട്. ഇനി ഒരു 4 എണ്ണം കൂടെ MD അവിടെ പോകാനായിട്ടുണ്ട്. ഇപ്പൊ 665 ആയതുകൊണ്ടാണ് 6 എണ്ണം പറഞ്ഞത്. 676 അതിൽ കൂടുതലായിരുന്നെങ്കിൽ നമ്മൾ അവിടെ 7 എണ്ണം പറഞ്ഞാൽ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം കൊല്ലത്തിന്റെ അഡ്വൈസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. DA പെൻഡിങ് ഞാൻ പറഞ്ഞു 6 എണ്ണമാണ് DA പെൻഡിങ് ഉണ്ടായിരുന്നത് നമ്മൾ കണക്ക് കൂട്ടുന്നത്. അതിൽ 2 എണ്ണം പോയിട്ടുണ്ട്. ഇനി ഏകദേശം 4 അഡ്വൈസും കൂടെ അവിടെ DA MDക്ക് പോകാനായിട്ട് ഉണ്ട്. ഓക്കെ, അപ്പൊ വേക്കൻസി ഇപ്പം അവിടെ ഓൾറെഡി ഒന്നും തന്നെ ഇല്ല. ഓക്കെ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ അഡ്വൈസ് അവിടെ പോയി കഴിഞ്ഞു. അത് TPO പെൻഡിങ് ഉള്ളത് 4 SSC ഉണ്ട്, 6 മുസ്ലിം ഉണ്ട്, 8 ലാത്തിൻ കത്തോലിക്ക ആംഗ്ലോ ഇന്ത്യൻ ഉണ്ട്, 10 OBC ഉണ്ട്, 12 SSC ഉണ്ട്, 14 EBT ഉണ്ട്, 16 മുസ്ലിം ഉണ്ട്, 18 ധീവര ഉണ്ട്. അപ്പോൾ കൊല്ലത്തിന്റെ അഡ്വൈസിന്റെ സ്റ്റാറ്റസ് നമ്മൾ നോക്കുമ്പോൾ കൊല്ലത്ത് അഡ്വൈസ് പോയിരിക്കുന്നത് ഫസ്റ്റ് അഡ്വൈസ് DAക്കാണ് പോയിരിക്കുന്നത്. രണ്ടാമത്തെ അഡ്വൈസ് NGD ആയതുകൊണ്ട് NGD ഉണ്ടെന്നല്ലേ പറഞ്ഞത്, അത് STക്കാണ് പോയിരിക്കുന്നത്. ഓക്കെ, അടുത്ത വേക്കൻസി പോയിരിക്കുന്നത് NGD ആണ്, അത് EBTക്കാണ് അത് പോയിരിക്കുന്നത്. പിന്നെ അടുത്ത NGD വന്നിരിക്കുന്നത് SIUCക്കാണ്. അങ്ങനെ സ്റ്റാറ്റസ് കൊല്ലത്ത് അഡ്വൈസിന്റെ പുതിയ ലിസ്റ്റ് പറയുമ്പോഴത്തേന് EBT മെയിൽ 6ാമത്തെ റാങ്ക് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ST സപ്ലിമെന്റ് ലിസ്റ്റ് 1 ഫീമെയിൽ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ SIUC നാടാര് 135ാമത്തെ റാങ്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. DA MD സപ്ലിമെന്റ് ലിസ്റ്റ് 1, 2 പോയിട്ടുണ്ട്. ഓക്കെ, ഒന്നാമത്തെ ആളും രണ്ടാമത്തെ ആളും പോയിട്ടുണ്ട്. നെക്സ്റ്റ് വന്ന ആലപ്പുഴയിലെ കാര്യം നമ്മൾ നോക്കുമ്പോഴേ പഴയ ലിസ്റ്റ് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത് 57 OC-യിലാണ്. ഇനി അടുത്ത ലിസ്റ്റ് സ്റ്റാർട്ട് ആവുന്നത് 61 OC-യിലായിരിക്കും. അത് വേക്കൻസിയുടെ കാര്യം നമ്മുടെ സൈറ്റിൽ വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്കത് വരുന്ന സമയത്ത് നമുക്ക് പറയാം. ഓക്കെ, അപ്പം TPO ഒരു 9 TPO പെൻഡിംഗ് ഉണ്ട്, 40 OBC ഉണ്ട്, 42 EBT, 44 ST, 46 മുസ്ലിം, 48 SSC/CC, 50 OBC, 52 SSC, 54 EBT, 56 മുസ്ലിം. പിന്നെ DA പെൻഡിംഗ് ആണ് നമ്മൾ നോക്കുമ്പോഴേ അങ്ങനെയാണ്. പഴയ ലിസ്റ്റിൽ എത്ര അഡ്വൈസ് പോയിട്ടുണ്ടെന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. പഴയ ലിസ്റ്റിൽ ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് ആലപ്പുഴയിൽ 539 ആണ്. അപ്പം ഏകദേശം നമുക്ക് നിങ്ങളാണ് പറഞ്ഞത് എത്ര എണ്ണം വരും? ഏകദേശം ഒരു 5 DA പെൻഡിംഗ് ആണ് അവിടെ പെൻഡിംഗ് ഉള്ളത്, DA MD ആണ് അവിടെ പെൻഡിംഗ് ഉള്ളത്. ഓക്കെ, അടുത്ത നമ്മൾ നോക്കുന്നത് കോട്ടയത്തിന്റെ സ്റ്റാറ്റസ് നമ്മൾ നോക്കുകയാണെങ്കിൽ പഴയ ലിസ്റ്റ് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത് 29 OC-യിലാണ്. പുതിയ ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയായിരിക്കും? 31 OC-യിലായിരിക്കും. പുതുതായിട്ട് 8 വേക്കൻസിയാണ് പുതിയ ലിസ്റ്റിൽ നമ്മൾ കാറ്റഗറി നമ്പർ അടിച്ച് പോകുമ്പോൾ കിട്ടുന്നത്. പക്ഷേ നിങ്ങൾ നോക്കിയാൽ അറിയാം പഴയ ലിസ്റ്റിൽ 14 വേക്കൻസിയാണ്. അവിടെ ലിസ്റ്റ് ക്യാൻസൽ ആയതാണ്. ആ പഴയ ലിസ്റ്റ് ക്യാൻസൽ ആണ്, അതായത് OC-യിൽ ആളില്ലാത്തതുകൊണ്ട് ലിസ്റ്റ് ക്യാൻസൽ ആണ്. അവിടെ ഒരു 14 വേക്കൻസി ഉണ്ട്. പുതിയ ലിസ്റ്റിലോട്ട് കാറ്റഗറി നമ്പറിലോട്ട് ആളായിരിക്കും 8 വേക്കൻസി. അങ്ങനെ 22 വേക്കൻസിയാണ് ഇപ്പോൾ ആൾറെഡി നിലവിലുള്ളത്. ഓക്കെ, അപ്പൊ അവിടെ പഴയ ലിസ്റ്റിൽ എത്ര അഡ്വൈസ് പോയി നോക്കുമ്പോൾ പഴയ ലിസ്റ്റ് ഏകദേശം 490 പേരാണ്. ഇപ്പൊ ഇത് നോക്കി 490 പേരാണ്. അപ്പൊ അവിടെ 476 അവിടെ വന്നു. അപ്പം അവിടെ എത്ര വരും? 5 DA പെൻഡിംഗ് ആണ് അവിടെ ഉള്ളത്. നമ്മൾ പാലക്കാട് നോക്കുമ്പോൾ പാലക്കാട് പഴയ ലിസ്റ്റ് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത് 41 OC-യിലാണ്. പുതിയ ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 43 OC-യിലാണ്. ഇനി അടുത്ത പുതിയ വേക്കൻസി എത്ര ഉണ്ട്? ഒരു വേക്കൻസി അവിടെ ആളായതുകൊണ്ട്. അതുപോലെ തന്നെ 13 TPO പെൻഡിംഗ് ഉണ്ട്, 16 മുസ്ലിം, 18 ധീവര, 20 വിശ്വകർമ്മ, 22 ലാത്തിൻ കത്തോലിക്ക ആംഗ്ലോ ഇന്ത്യൻ, 24 SSC, 26 മുസ്ലിം, 28 EBT, 30 OBC, 32 SSC, 34 EBT, 36 മുസ്ലിം, 38 SIUC, 40 OBC.
ഓക്കെ, ഇനി നമ്മൾ ഡി എ പെൻഡിങ് നോക്കുവാണെങ്കിൽ ഡി എ അവിടെ ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് 659 അപ്പോൾ ഏകദേശം അവിടെ ഒരു 6 ഡി എ ആണ് അവിടെ പെൻഡിങ് ഉള്ളവനാണ് സാധ്യത ഉള്ളത്. ഓക്കെ, നമ്മൾ നോക്കുന്നത് തൃശ്ശൂരത്തെ കാര്യം നോക്കുകയാണെങ്കിൽ പഴയ ലിസ്റ്റ് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത് 25 OC-ലാണ്. പുതിയ ലിസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എത്രയായിരിക്കും? 27 OC-ലായിരിക്കും. പുതിയ ലിസ്റ്റിലോട്ട് ഒരു 9 വേക്കൻസി ആഡ് ആയിട്ടുമുണ്ട്. അതുപോലെ തന്നെ അവിടെ 9 TPO പെൻഡിങ് ഉണ്ട്, 8 ലാത്തിൻ കത്തോലിക്ക്, 10 OBC, 12 SC, 14 EBT, 16 മുസ്ലിം, 18 ഡീവര, 20 വിശ്വകർമ്മ, 22 ലാത്തിൻ കത്തോലിക്ക്, 24 SC. ഡി എ എത്ര ഉണ്ടെന്ന് നോക്കുകയാണെങ്കിൽ പഴയ ലിസ്റ്റ് നമ്മുടെ ടോട്ടൽ അഡ്വൈസ് നോക്കുമ്പോൾ 722 ആണ്. അപ്പോൾ ഏകദേശം ഒരു 7 ഡി എ പെൻഡിംഗ് ആണ് അവിടെ DMDക്ക് വരാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത്രയും ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത നെക്സ്റ്റ് കാസർഗോഡ്. പഴയ ലിസ്റ്റ് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത് 63 OC-ലാണ്. പുതിയ ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 65 OC-ലാണ്. പുതിയ ലിസ്റ്റിലോട്ട് ഒരു വേക്കൻസി ആഡായിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ 5 TPO ആണ് പെൻഡിംഗ് ഉള്ളത്. 56 മുസ്ലിം, 58 EBT, 60 ഹിന്ദു നാടാര്, 62 SC/CC, 64 SC. ഡി എ പെൻഡിങ്ങിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ പഴയ ലിസ്റ്റിൽ 344 അഡ്വൈസ് ആണ് അവിടെ പോയിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 3 DA MD ആയിരിക്കും അവിടെ പെൻഡിങ് വരുന്നത്. ഓക്കെ, അപ്പോൾ കാസർഗോഡത്തെ കാര്യം ക്ലിയർ ആയല്ലോ. നമുക്ക് തിരുവനന്തപുരത്തോട്ട് പോകാം. തിരുവനന്തപുരത്ത് നമ്മൾ ഒരു പ്രത്യേകതയുണ്ട്. തിരുവനന്തപുരത്ത് അതിന്റെ ലാസ്റ്റ് അഡ്വൈസിന്റെ PDF ഫയലിന്റെ ലാസ്റ്റ് അഡ്വൈസ് ചാർട്ടിന്റെ PDF ഫയലിന്റെ ലാസ്റ്റിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന്റെ പഴയ ലിസ്റ്റിൽ എത്രയ്ക്കാണ് അതിന്റെ അഡ്വൈസിന്റെ കാര്യങ്ങൾ നമുക്ക് നോക്കുമ്പോൾ പഴയ ലിസ്റ്റ് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത് 45 OC-ലാണ്. അടുത്ത അഡ്വൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 47 OC-ലായിരിക്കും. അപ്പോൾ പുതിയ ലിസ്റ്റിലോട്ടുള്ള വേക്കൻസി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 12 വേക്കൻസിയോടെ ലിസ്റ്റിൽ ആഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ പഴയ ലിസ്റ്റിന്റെ അഡ്വൈസിന്റെ ചാർട്ട് നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് കാണാൻ കഴിയും 12 DA പെൻഡിങ് ഉണ്ടെന്നുള്ള കാര്യം. അപ്പൊ അത് വരുന്നത് ഡൗട്ട് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം ജില്ലയിലെ പഴയ റാങ്ക് ലിസ്റ്റ് നോക്കുമ്പോൾ ടോട്ടൽ അഡ്വൈസ് അവിടെ 1120 ആണ്. അപ്പൊ നമ്മുടെ കണക്ക് വെച്ച് ഏകദേശം ഒരു 11 DA ആയിരിക്കും അവിടെ പെൻഡിങ് വരേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ 12 കാണിച്ചിട്ടുണ്ട്. ആ 12 ലാസ്റ്റ് അഡ്വൈസിന്റെ ചാർട്ട് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, 76 പോകാനുണ്ട്, 1076. ഓക്കെ, 76 പോകാനുണ്ട്, 1176 പോകാനുണ്ട്, 276, 376, 476 അങ്ങനെ പോയി 2476. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ DA പെൻഡിങ്ങും പഴയ ലിസ്റ്റിൽ പുതിയ ലിസ്റ്റിലോട്ട് വരുമ്പോൾ എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളെന്നൊക്കെ. അത് അഡ്വൈസ് പോയതിനു ശേഷം, അതായത് ഫ്രഷ് വരുമ്പോൾ ആ അഡ്വൈസ് പോയതിനു ശേഷം മാത്രമേ പുതിയ ചാർട്ട് തുടങ്ങുള്ളൂ. അപ്പോൾ NGD ഉണ്ടെങ്കിൽ പ്രശ്നമില്ല. NGD ഉണ്ടെങ്കിൽ ആ ഇതിന് തന്നെ പോകും. കൊല്ലത്ത് കണ്ടില്ലേ, കൊല്ലത്ത് 2 അങ്ങനെ പോയിട്ടില്ലേ. അപ്പോൾ SMCക്കും അതുപോലെ തന്നെ EBTക്ക് പോയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ NGD വരികയാണെങ്കിൽ അവർക്ക് തന്നെ പോകും. പക്ഷേ ഫ്രഷ് വരുവാണെന്നുണ്ടെങ്കിൽ ഈ DA പെൻഡിങ് ആയതിനു ശേഷം മാത്രമേ അഡ്വൈസ് പോകാൻ ഉള്ള ചാൻസ് ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ വേക്കൻസി ഒക്കെ ഇനി വരട്ടെ, വേക്കൻസി ഒക്കെ ഇനി വരും. പഴയ വേക്കൻസി പാടാവട്ടെ. പഴയ ലിസ്റ്റ് ഒരു ലിസ്റ്റ് കംപ്ലീറ്റ് ആയി അങ്ങോട്ട് കഴിയതേ ഉള്ളൂ. അപ്പോൾ ഏകദേശം വേക്കൻസി ഒക്കെ ഫില്ലാണ്. ഈ വേക്കൻസി വരും, നിങ്ങൾ ആ ടെൻഷൻ അടിക്കേണ്ട. അപ്പോൾ ഇതാണ് ഒരു ഓവറാൾ ഒരു നമ്മുടെ LGSന്റെ ഒരു കാര്യം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി പുതിയ അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് കാണാം. അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഡൗട്ടുള്ളതാണെങ്കിൽ കമന്റ് ചെയ്യുക. പുതിയ വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി. നമസ്കാരം.